ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സ് കലാമണ്ഡലത്തിന് മുന്നിൽ 15 ദിവസമായി നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. സമരക്കാർ ആവശ്യപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാമെന്ന് സർക്കാർ അംഗീകരിച്ചതായി സമരക്കാർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. സമരത്തിന്റെ 15ാം ദിവസം കേരള സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെന്നും സമരക്കാർ പറഞ്ഞു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണത്തിലെ നിർദ്ദേശപ്രകാരം 2007 ജൂൺ മുതലുള്ള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും UGCയുടെ 7ാം ശമ്പള പരിഷ്കരണത്തിലെ 2019 ജൂലൈ മുതലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉറപ്പു നൽകിയെന്ന് പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം S. ഗോപകുമാർ എന്നിവർ അറിയിച്ചു. നടത്തിവന്ന അനിശ്ചിതകാല സമരം ഇന്ന് 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 15ാം ദിവസത്തെ സമരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ സമര ഭാരവാഹികളെ, യൂണിയൻ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ N. രാജൻ N. കോബ്രയുടെ IASന്റെ ചേംബറിൽ വെച്ച് നടന്ന ചർച്ചയിൽ UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം 2007 ജൂൺ മുതൽ അനുവദിക്കുന്നതാണെന്നും അതുപോലെ തന്നെ പെൻഷനാനുകൂല്യങ്ങൾ നൽകുന്നതാണെന്നും അതിൻ്റെ കുടിശ്ശിക നൽകുന്നതാണെന്നും 7ാം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ 2021 നവംബർ മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജിലും നൽകിയതുപോലെ 2019 ജൂലൈ മുതൽ കലാമണ്ഡലത്തിൽ നടപ്പിലാക്കും എന്ന് തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം തൽക്കാലം നിർത്തിവെക്കുന്നതിന് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് തീരുമാനമെടുത്തു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.